ഹായ് ഫ്രണ്ട്സ്, മാസ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ചാനലുകൾ മോണിറ്റൈസ് ചെയ്യുക എന്നതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എല്ലാം ഉണ്ടാകും. ഇതുപോലെ തന്നെ മുമ്പ് ഒരുപാട് ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും മോണിറ്റൈസേഷൻ ലഭിക്കാതെ ചാനൽ നഷ്ടപ്പെടുത്തി കളയുകയും അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും പല ആളുകളും മോണിറ്റൈസേഷൻ കിട്ടിയിട്ടും വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ പറ്റാതെ അതിൽ നിന്ന് പിന്മാറിയവരുണ്ടാവും. ഇതിനെല്ലാം പരിഹാരം എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ കൂട്ടായി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് മോണിറ്റൈസേഷൻ എന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതിനുവേണ്ടിയുള്ള കുറച്ച് ടിപ്പുകൾ, ട്രിക്കുകൾ ഇതെല്ലാം പരസ്പരം, ഇപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ പല ടിപ്പുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. അതുപോലെ തന്നെ എല്ലാവർക്കും പല പല ഐഡിയകളുണ്ടാവും. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്ത് അതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ മോണിറ്റൈസേഷൻ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഈ ചാനൽ ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ്. ഇതിപ്പോൾ സെക്കൻഡ് വീഡിയോ ആണ്. ഞങ്ങൾക്ക് ഓൾറെഡി 2 ചാനലുകളുണ്ട്. അതിൽ 2 ചാനലുകൾ മോണിറ്റൈസ്ഡ് ആണ്. ഒന്ന് മാസ് ബിസിനസ്, അതിൽ സ്ഥിരമായി കൺസിസ്റ്റൻ്റായിട്ട് ഡെയിലി ഒരു വീഡിയോയും അതുപോലെ തന്നെ ഡെയിലി 3 ഷോർട്ട് വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ചാനലിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. യൂട്യൂബ് ചാനൽ തുടങ്ങി ആ യൂട്യൂബ് ചാനലിൽ നിന്നും ഒരു വരുമാനം നേടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പൂർത്തിയാക്കാനുള്ള ടിപ്പുകളും ട്രിക്കുകളുമാണ് ഈ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത്. യൂട്യൂബ് മോണിറ്റൈസേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ചെയ്യുക, ഇൻസ്റ്റഗ്രാം മോണിറ്റൈസേഷൻ ചെയ്യുക എന്നതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ ചാനലുകളെയും ഇതിനെയെല്ലാം ഒരു ഗൗരവത്തോടു കൂടി ഒരു പ്രൊഫഷനായിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബിൽ 4000 വാച്ച് അവറും അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സും അച്ചീവ് ചെയ്യുക എന്നുള്ളത് പലർക്കും പലപ്പോഴും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ വെറും ഒരു മാസത്തിനുള്ളിൽ, ഇപ്പോൾ യൂട്യൂബ് നമുക്ക് അനുവദിച്ചിട്ടുള്ള ടൈം 1 വർഷമാണ്. 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും, അത് ഈ ഫെബ്രുവരി മുതൽ 2027 ഫെബ്രുവരി മുതൽ അത് 8000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും എന്ന ക്രൈറ്റീരിയയിലേക്ക് യൂട്യൂബ് മാറ്റിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇനി വരുന്ന ഫെബ്രുവരി വരെ ഇത്രയും ടൈമുണ്ട്. ഈ ടൈമിനുള്ളിൽ പഴയ ക്രൈറ്റീരിയ അനുസരിച്ച് 4000 വാച്ച് അവർ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും. അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ 10 മില്യൺ ഷോർട്ട് വ്യൂസ്, ഇതിലേതെങ്കിലും ഒന്ന് പൂർത്തീകരിക്കാൻ മതി. ഇത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ $100 ആകാനും ഏകദേശം ഇതുപോലെ തന്നെ ഇത്രയും വാച്ച് അവർ തന്നെ കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നാം എപ്പോഴും ജെനുവിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും തരത്തിൽ പൈസ കൊടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വളഞ്ഞ വഴിയിലൂടെയോ നാം സബ്സ്ക്രൈബേഴ്സിനെയും നമ്മുടെ ഓഡിയൻസിനെയും നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പിന്നീടുള്ള മോണിറ്റൈസേഷന് ശേഷമുള്ള നമുക്ക് $100 ആകുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അതിനുശേഷം എല്ലാ മാസവും $100 ആകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഇങ്ങനെ നേടിയെടുത്ത സബ്സ്ക്രൈബേഴ്സ് ഉപകാരപ്പെടില്ല. ജെനുവിനായിട്ടുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ കൃത്യമായ പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു വരുമാനം നേടാനായിട്ട് ഇത് ഉപകരിക്കും. ഇതിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ആദ്യമായി ചെയ്യേണ്ട കാര്യം, ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള ഒരു കണ്ടൻറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. ചിലർ ഫുഡ് വ്ളോഗ്സ് ചെയ്യും, ചിലർ കോമഡി ഷോർട്ട് ഫിലിംസ്, കോമഡി ഷോർട്സ് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലർ ട്രാവൽ വ്ളോഗ്സ്, ചിലർ അങ്ങനെ
ഒരുപാട് കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാറ്റഗറി തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, യൂട്യൂബ് ചാനൽ നമ്മളൊരു പ്രൊഫഷനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമുക്കതിൽ നിന്നൊരു വരുമാനമായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു വരുമാനം ആഗ്രഹിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നാം യൂട്യൂബിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു വരുമാനം പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും, ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങി മോണിറ്റൈസേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് മോണിറ്റൈസേഷൻ കിട്ടാതെ തന്നെ അവർ അതിൽ നിന്ന് പിന്മാറാറുണ്ട്. മറ്റു ചിലരാണെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷം കൃത്യമായ വരുമാനം ലഭിക്കാത്തത് കൊണ്ട് ആ ചാനൽ ഉപേക്ഷിച്ച് മറ്റ് പല മേഖലകളിലേക്കും തിരികെ വരുന്നവരുണ്ട്. ഇതിനെല്ലാം റീസണാണ് ഞാനീ പറയുന്നത്. നാം എപ്പോഴും ചിലപ്പോൾ നമ്മളിടുന്ന വീഡിയോ നല്ല രീതിയിൽ വൈറലാകാം, ചിലപ്പോൾ തീരെ വ്യൂസ് ഇല്ലാതെ വളരെ കുറഞ്ഞ, ചിലപ്പോഴൊക്കെ 100 വ്യൂസ്, 150 വ്യൂസ്, 500 വ്യൂസ് ആ ഒരു രീതിയിലും പോകാം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വൈറലുമാകാം. ചില ആളുകളുടെ വീഡിയോസ്, ചില അവതരണങ്ങളും ചില കണ്ടൻറ്റുകളുടെയും ആകർഷണീയത കൊണ്ട് ചിലപ്പോൾ ചിലരുടെ ചാനലുകൾ പെട്ടെന്ന് വൈറലാകാം. നമുക്കിതേതും പ്രതീക്ഷിക്കാം. നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ ചിലപ്പോൾ വൈറലാകാം, ഇതിനിടയിലാകാം, ചിലപ്പോൾ തീരെ ഒട്ടും തന്നെ വ്യൂസ് ഇല്ലാത്ത രീതിയിലാകാം. അപ്പോൾ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് യൂട്യൂബിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു വരുമാനവും പ്രതീക്ഷിച്ച് ചാനൽ തുടങ്ങുമ്പോഴാണ് നാം മോണിറ്റൈസേഷന് മുമ്പോ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ശേഷമോ ഇത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കളയേണ്ടി വരുന്നത്. അതിനുവേണ്ടി നാം തിരഞ്ഞെടുക്കേണ്ട കാര്യം, നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മളതിൽ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ്, അതിൻ്റെ കാറ്റഗറി തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഡ് നമ്മുടെ ചാനലിലൂടെ കിട്ടുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ചിലരെല്ലാം നമുക്ക് കാണാം മൊബൈൽ ഫോണിനെ കുറിച്ച് മാത്രം വീഡിയോ ചെയ്യുന്ന, മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും മൊബൈൽ ഫോണിൻ്റെ റേറ്റിനെ കുറിച്ചും ലേറ്റസ്റ്റ് മൊബൈൽ ഫോണിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ചാനലുകൾ നിങ്ങൾക്ക് കാണാം. അങ്ങനെയുള്ള ചാനലുകളാണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ പ്രൊമോഷൻ കിട്ടും, അതിലൂടെ മറ്റൊരു വരുമാനം കിട്ടും. ചില കോമഡി ഷോർട്സ് അവതരിപ്പിക്കുന്ന ചാനലുകൾ നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ഈ ഷോർട്സിലൂടെ നമുക്കൊക്കെ ചാനലുകൾ കാണുമ്പോൾ മനസ്സിലാവും, അതിലൂടെ പ്രൊമോഷൻ വീഡിയോസ്, പല ഷോപ്പുകളുടെയും പല പ്രൊഡക്റ്റുകളുടെയും പ്രൊമോഷൻ ചെയ്തുകൊണ്ട് അതും മറ്റൊരു വരുമാനമാണ്. എപ്പോഴും യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വളരെ തുച്ഛമായ വരുമാനമേ കിട്ടുകയുള്ളൂ. അതായത് $100 ആയി കഴിഞ്ഞാൽ ഇന്നത്തെ ഡോളറിൻ്റെ റേറ്റ് അനുസരിച്ച് 9,500 രൂപ, 9,000 രൂപ നമുക്ക് കിട്ടും. ഈ $100 ആകണമെങ്കിൽ ഏകദേശം നമ്മുടെ വീഡിയോ ഒരു 8 മിനിറ്റിന് മുകളിലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ വരുന്നത് 2 മിനിറ്റ്, 3 മിനിറ്റ് കൂടുതൽ വരാറില്ല. 5 മിനിറ്റും 6 മിനിറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ വൈറലാണ്. 1 മില്യൺ, മോർ ദാൻ 1 മില്യണിലേക്ക് ചെല്ലും. നോർമൽ ഒരു 100K, 150K അല്ലെങ്കിൽ 50K ഒക്കെ കിട്ടുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ 2 to 3 മിനിറ്റ്സ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വീഡിയോൻ്റെ 1000 വ്യൂസിന് യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മാക്സിമം $0.3 ആണ്. അങ്ങനെ വരുമ്പോൾ 10,000 വ്യൂസ് അല്ലെങ്കിൽ 1,00,000 വ്യൂസ് കിട്ടുമ്പോഴാണ് നമുക്ക് $30 കിട്ടുക. 10,000 വ്യൂസിന് $3, 1,00,000 വ്യൂസിന് $30. $1 മില്യൺ, അതായത് ഏകദേശം ഒരു 3.5 ലക്ഷം വ്യൂസ് കിട്ടിയാലാണ് നമുക്ക് $100 കിട്ടുക. നമ്മളിടുന്ന എല്ലാ വീഡിയോനും കൂടി $100 കിട്ടുമ്പോഴാണ് നമുക്കൊരു 9,000 രൂപ ബാങ്കിൽ വരാം. ഇനി ഇത് 1 മില്യൺ അങ്ങനെ കൂടുതൽ വൈറലായി കഴിഞ്ഞാൽ കൂടുതൽ പണം നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ നോർമലി ഒരു സാധാരണ വീഡിയോസിന് ഒരു 3.5 ലക്ഷം വ്യൂസ് കിട്ടിയാലാണ് $100 നമ്മുടെ അക്കൗണ്ടിൽ വരാം. 3.5 ലക്ഷം വ്യൂസ് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ വീഡിയോ കൺസിസ്റ്റൻ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10,000, 15,000 വ്യൂസ് വെച്ച് ആവറേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് $100 കിട്ടുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.